സഹോദരാ, ഞാനും നിങ്ങളും എത്ര വലിയ പാപം ചെയ്യുന്നവരാ, എന്നിട്ട് നമുക്ക് പേടിയില്ലടോ. മൂക്കിന്റെ മുകളിലിരിക്കുന്ന ഈച്ചയെ പായിച്ചു കളയുന്നത് പോലെ പാപം ചെയ്തിട്ട് ഞാനും നിങ്ങളും ഇങ്ങനെ നടക്കുകയാണ്. ചെറുപ്പക്കാരാ, 50ഉം 60ഉം വയസ്സുള്ള നിന്റെ വാപ്പ ഒരു വീടി പോലും വലിച്ചിട്ടില്ലടാ. അത് ലഹരിയാണെന്ന് പറഞ്ഞിട്ട് അതുപോലും നിന്റെ ഉപ്പ വലിച്ചിട്ടില്ല. നീ മയക്കുമരുന്നും വലിച്ചിട്ടും ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ അകത്ത് കയറി പോകുന്നവരാ. വയസ്സ് 18ഉം 20ഉം വയസ്സല്ലേ ആയുള്ളൂ. നീ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല, നീ കഞ്ചാവ് വലിക്കുന്നില്ല, ഫർദ ധരിച്ച് നടക്കുന്ന പെണ്ണേ. 50 വയസ്സുള്ള നിന്റെ ഉമ്മാടെ ശരീരത്ത് നിന്റെ വാപ്പയല്ലാതെ ഒരാൾ പോലും തൊട്ടിട്ടില്ല. എന്നാൽ എന്റെ ചെറുപ്പക്കാരികളായ സഹോദരിമാരോട് നിനക്ക് പറയാ ധൈര്യമുണ്ടോ മോളെ? കാമുകന്റെ കൂടെ പോയി സർവ്വതം കഴിഞ്ഞ് ഫർദയും ധരിച്ച് വീട്ടിൽ വന്ന് സലാം പറഞ്ഞ് ഉമ്മാനെ ചുംബനം കൊടുത്ത് പറ്റിച്ചിട്ട് ബെഡ്റൂമിന്റെ അകത്ത് കയറി ഇരുന്നിട്ട് മൊബൈലിലൂടെ അത് പറഞ്ഞു ആസ്വദിക്കുന്ന യുവത്വമേ, മനക്കുത്തെന്ന് പറയുന്ന ഒന്നില്ലേ, മനസാക്ഷി എന്ന് പറയുന്ന ഒന്നില്ലേ? എന്തു പറ്റിയടോ സഹോദരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എല്ലാത്തിനും ഒരു അവസാനം വേണം. എന്തിനും ഒരു അവസാനമുണ്ടോ? ഓരോ പ്രാവശ്യം രക്ഷപ്പെടുന്നത് നിന്റെ കഴിവാടെന്ന് കരുതണ്ട. പല നാൾ കള്ളൻ ഒരു നാള് പിടിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ നഷ്ടപ്പെട്ടാൽ അത് മോശമായ ഒരാൾക്കല്ലാതെ നഷ്ടപ്പെടൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹു തന്ന അവസരമാണ്. കരയണോ, പൊട്ടിക്കരയണോ, ദുആ ചെയ്യണോ, തൗബ ചെയ്യണോ, എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ പറയേണ്ടതുപോലെ പറ. നിന്റെ റബ്ബാരാണെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ, 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവരാ നിന്റെ അല്ലാ. പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയ ആ കാട്ടറബികൾക്ക് പുറത്തു കൊടുത്തവനാ അല്ലാ. ഒരു പേടിയും വേണ്ട. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. ഈ ആയത്ത് മതിയടോ. പാപം ചെയ്തവന് വേറെ ഒന്നും വേണ്ടടോ. ഈ ആയത്ത് മതി. അല്ല പറഞ്ഞതാണ്. ഈ ആയത്ത് പറഞ്ഞിട്ട് റബ്ബിനോട് പറയണമല്ലാ, പറ്റിപ്പോയതാ പടച്ചവരെ, ജീവിതത്തിൽ സംഭവിച്ചു പോയി തമ്പുരാരെ, ഒരവസരം താല്ലാ, എനിക്കൊരവസരം താല്ലാ എന്ന് പടച്ചവരോട് പറഞ്ഞാ പുറത്തു തരുന്നവനാ നിന്റെ അല്ലാ. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്ന വലച്ചതാ, നഫ്സെന്ന ഉന്തി തെള്ളിവിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവോട് പറയണം, പറ്റിപ്പോയി പടച്ചവരെ, അല്ലാഹുവേ എന്റെ നഫ്സെന്നെ ചതിച്ചു പടച്ചവരെ, സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ് തമ്പുരാരെ. എന്നിട്ട് അല്ലാഹുവോട് മറക്കാതെ പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അല്ലാഹുവോട് തൗബ ചെയ്യുമ്പോ മറക്കാതെ പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട്. പറയേണ്ടത് എന്തെന്നറിയോ? എന്ത് ചെയ്താലും നീ കാണുന്നവനാ, എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാമല്ല. എന്നിട്ടും ചെയ്തത് ധിക്കാരമല്ല. നീ കണ്ടാൽ എനിക്കൊരു ചുക്കുമില്ലെന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ല. പറ്റിപ്പോയി പടച്ചവനെ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി തമ്പുരാരെ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ എന്ന് റബ്ബ്
റബ്ബിന്റെ മുമ്പിൽ തൗബ ചെയ്തിട്ട് മടങ്ങിക്കോ. ഇതുപോലൊരു അവസരം കിട്ടണമെന്നില്ല. നാളെ സിൻസാർഹൂദബിയുടെ വഴുത് പറയും, മറ്റേ നാള് ആ കോടുസ്താദ് വഴുത് പറയും. ചിലപ്പോ നീ മട്ടന്നൂര് പള്ളിയുടെ ഖബർസാലിലാകാവാപ്പാ. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. നിന്ന നിപ്പിന് മനുഷ്യന്മാര് വീണു മരിക്കുന്ന കാലവാ. പെങ്ങളെ, കിട്ടുന്ന അവസരം മുതലാക്ക്. നാളെ ജീവിച്ചിരുന്നാലല്ലേ തൗബ ചെയ്യാൻ പറ്റൂ. 27-ാം രാവിന് നിനക്ക് ആയുസുണ്ടെങ്കിലല്ലേ നിനക്ക് പള്ളിയിൽ പോകാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെന്ന് വീടെത്തുമെന്നുറപ്പില്ല. ഈ വഅദ് പറയുന്ന ഞാൻ പടച്ചവനെ ദുആ ചെയ്യാനുണ്ടാകുമോ എന്നെനിക്കുറപ്പില്ലല്ലോ. അതുകൊണ്ട് വാപ്പാ, അല്ല തന്ന അവസരമാ, അല്ല തന്ന അവസരമാ. കളയല്ലേ പെങ്ങളെ, കളയല്ലേ ചെറുപ്പക്കാരാ.